ഗാസയിലെ അധിനിവേശം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറായാൽ പലസ്തീൻ അതോറിറ്റിക്ക് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങുമെന്ന് ഹമാസ്. അധിനിവേശം എത്രകാലം നിലനിൽക്കും എന്നതുമായി ബന്ധപ്പെട്ടാണ് തങ്ങളുടെ ആയുധ ഉപയോഗം ഇരിക്കുന്നതെന്നും അത് അവസാനിപ്പിച്ചാൽ ആയുധം താഴെ വയ്ക്കുമെന്നും ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യ പറഞ്ഞു. അതിനിടെ രണ്ടാംഘട്ട വെടിനിർത്തൽ ഉടനുണ്ടാകുമെന്ന പ്രഖ്യാപനവുമായി നെതന്യാഹു. US മുന്നോട്ട് വെച്ച സമാധാന പദ്ധതി പ്രകാരമുള്ള രണ്ടാംഘട്ട വെടിനിർത്തലിലേക്ക് എത്രയും പെട്ടെന്നെത്തുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസ്താവിച്ചു. ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിക് മെർത്തിന്റെ ഇസ്രായേൽ സന്ദർശന വേളയിൽ നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിലാണ് പരാമർശം. ഗാസയിലെ ഹമാസ് ഭരണത്തിന് എങ്ങനെ അന്ത്യം കുറിക്കണമെന്ന് ഞങ്ങൾ ചർച്ച ചെയ്തു. ആദ്യഘട്ടം ഞങ്ങൾ പൂർത്തിയാക്കി, രണ്ടാം ഘട്ടം ഉടൻ പ്രതീക്ഷിക്കാം, നെതന്യാഹു പറഞ്ഞു. ചാൻസലർ ആയ ശേഷം ആദ്യമായി ഇസ്രായേലിലെത്തിയ മെറ്റ്സാവർക്ക് ജർമ്മനിയുടെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ച് സമാധാന കരാറിന്റെ രണ്ടാം ഘട്ടം എത്രയും വേഗം നടപ്പാക്കണമെന്ന് മധ്യസ്ഥരായ ഖത്തറും ഈജിപ്തും ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗാസയിൽ സുസ്ഥിര സമാധാനം സ്ഥാപിക്കുക ലക്ഷ്യമിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 20 ദിന സമാധാന പദ്ധതിയുടെ ഭാഗമായി ഒക്ടോബർ 10 ആദ്യഘട്ട വെടിനിർത്തൽ നിലവിൽ വന്നിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.